Hey Bcom and BBA students. Looking for FYUGP classes for Bcom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. Come to study board. അപ്പോൾ നമ്മുടെ FYUGP Bcom അഡ്വാൻസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിൽ ഇനി ലാസ്റ്റ് പോർഷനും കൂടി നമുക്ക് എടുക്കാനുള്ളത് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, തിയറി ടോപ്പിക്കാണ്. അതിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഡെഫിനിഷനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ZBB എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് വാട്ട് ഡു യു മീൻ ബൈ ZBB എന്ന് ചോദിക്കുകയാണെങ്കിൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഉത്തരം എഴുതി വെക്കുക. സീറോ ബേസ് ബഡ്ജറ്റിംഗ് ഇസ് എ ബഡ്ജറ്റിംഗ് ടെക്നീക്ക് വെയർ എവറി ഇയർ സ്റ്റാർട്ട്സ് ഫ്രം സീറോ ബേസ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എപ്പോഴും സീറോ ബേസിൽ വെച്ചുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ എന്താണ് ഒരു സീറോ ബേസ് വെക്കുക. ബേസ് ലെവൽ എപ്പോഴും സീറോയിൽ വെച്ചുകൊണ്ട് എന്താണ് ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഓൾ എക്സ്പെൻസസ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് afresh. ഇറ്റ് ഫോക്കസ് ഓൺ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സ് ആണ്. അപ്പോൾ എല്ലാ എക്സ്പെൻസുകളും എന്താണ് നമ്മൾ ഏറ്റവും പുതുതായിട്ട് കണക്കാക്കിക്കൊണ്ട് ആദ്യമായി തുടങ്ങുന്ന ഒരു എക്സ്പെൻസ് ആയിക്കൊണ്ട് എന്താണ് എല്ലാം സീറോ ബേസ് എന്നാണ് തുടങ്ങുക. ഓരോ വർഷവും എന്താണ് ഓരോ പുതിയൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു പിന്തുടർച്ചയൊന്നും കൊണ്ടുവരില്ല എന്നുള്ളതാണ്, ബാലൻസ് ഒന്നും കൊണ്ടുവരില്ല. എവറി ഇയർ എന്താണ് സീറോ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അൺലൈക്ക് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ പാസ്റ്റ് ബഡ്ജറ്റ്. കഴിഞ്ഞ കാലങ്ങളിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കാലങ്ങളിലെ ബഡ്ജറ്റിൻ്റെ ബാലൻസുകളൊന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഈച്ച് ആക്ടിവിറ്റീസ് ഇവാലുവേറ്റഡ് ബേസ്ഡ് ഓൺ കോസ്റ്റ് ബെനിഫിറ്റ് ആൻഡ് നെസസിറ്റി. ഓരോ ആക്ടിവിറ്റി എന്നാണ് കോസ്റ്റ് ബെനിഫിറ്റും അതിൻ്റെ ആവശ്യകതയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ZBB വാസ് ഡെവലപ്ഡ് ബൈ പീറ്റർ എ ഫയർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഡെവലപ്പ് ചെയ്തത്. ഇൻ 1969 1969 ഇദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇസ് കൺസിഡേർഡ് എ ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച്. അതിനൊരു ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച് ആയിട്ട് അത് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. ഇനി വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് ആണ്. സീറോ ബേസ് ബഡ്ജറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സ്റ്റാർട്ട്സ് ഫ്രം സീറോ ബേസ് എവറി ഇയർ. സീറോ ബേസിൽ നിന്നാണ് എല്ലാ വർഷവും ഇത് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഓൾ പ്രോഗ്രാംസ് ആർ റിവ്യൂഡ് afresh. എല്ലാ പ്രോഗ്രാമുകളും afresh ആയിട്ട് ഒരു പുതിയ പ്രോഗ്രാമായിട്ട് തന്നെയാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നത്. എവരി എക്സ്പെൻഡിച്ചർ മസ്റ്റ് ബി ഫുള്ളി ജസ്റ്റിഫൈഡ്. എല്ലാ എക്സ്പെൻഡിച്ചറും എന്താണ് ഫുള്ളി ജസ്റ്റിഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നീട് എന്താണ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഈസ് അണ്ടർടേക്കൻ. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോസ്റ്റ് ബെനിഫിറ്റ് ഓരോ ചിലവിന് എത്രമാത്രം നമുക്ക് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് കൃത്യമായിട്ടും അനലൈസ് ചെയ്യുന്നു. ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിസിഷൻ പാക്കേജസ്. ആക്ടിവിറ്റീസിൽ എന്താണ് ഡിസിഷൻ പാക്കേജസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈച്ച് ഡിസിഷൻ പാക്കേജ് ആസ് എ റെസ്പോൺസിബിൾ മാനേജർ. ഓരോ ഡിസിഷൻ പാക്കേജിനും ഓരോ റെസ്പോൺസിബിൾ മാനേജേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. പ്രയോറിറ്റീസ് ആർ ഫിക്സ്ഡ് ആൻഡ് അൺനെസസറി ആക്ടിവിറ്റീസ് ആർ എലിമിനേറ്റഡ്. പ്രയോറിറ്റീസ് കൊടുക്കുന്നു, അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണ് എലിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സ്റ്റെപ്സ് ഇൻ സീറോ ബേസ് ബഡ്ജറ്റിംഗ് ആണ്. സീറോ ബേസ് ബഡ്ജറ്റിങ്ങിന് വരുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലോ എഴുതി വെക്കുക. സ്റ്റെപ്സും പ്രോസസ്സൊക്കെ ചോദിക്കുന്ന നേരത്തെ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള കാര്യമാണ്. പോയിൻറ്റ്സ് അത് അതേ ഓർഡർ തന്നെ കൃത്യമായിട്ടും എഴുതുക എന്നുള്ളതാണ്. ആദ്യത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത് ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിങ്ങിൻ്റെ ലക്ഷ്യം ആദ്യമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ കണക്കാക്കുക. എന്താണ് ബഡ്ജറ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതെന്താണ് ലക്ഷ്യം വെക്കുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ് കണക്കാക്കുക. ഐഡൻറ്റിഫൈ ഡിസിഷൻ യൂണിറ്റ്സ്. അപ്പോൾ ഏതെങ്കിലും പ്രൊജക്റ്റിനോ അല്ലെങ്കിൽ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റിനോ കണക്കാക്കേണ്ട ഡിസിഷൻ യൂണിറ്റുകൾ നമ്മൾ കണക്കാക്കുക. ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ആയിരിക്കും, ചിലപ്പം പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഡെവലപ്പ് ഡിസിഷൻ പാക്കേജസ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഡിസിഷൻ പാക്കേജസ് എന്നാണ് ഓരോ ആക്ടിവിറ്റിക്കും വേണ്ടി ഡെവലപ്പ് ചെയ്യുക. ഇവാലുവേറ്റ് ആൻഡ് റാങ്ക് ഡിസിഷൻ പാക്കേജസ് ബേസ്ഡ് ഓൺ ബെനിഫിറ്റ്സ്. എന്താണ് ഡിസിഷൻ പാക്കേജസ് എന്താണ് ബെനിഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക റാങ്ക് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അലോക്കേറ്റ് റിസോഴ്സസ് അക്കോർഡിംഗ് ടു പ്രയോറിറ്റി അനുസരിച്ച് എന്താണ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക. പ്രിപ്പയർ ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ എന്താണ് അപ്രൂവ്ഡ് ഡിസിഷൻ പാക്കേജസ്. ബഡ്ജറ്റ്സ് എന്താണ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞാൽ വരുന്നതാണ്
അഡ്വാൻറ്റേജസ് ഓഫ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. സീറോ ബേസ് ബഡ്ജറ്റിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അഡ്വാൻറ്റേജസ് ആണ് നമ്മളിവിടെ പറയുന്നത്. എലിമിനേറ്റ്സ് വേസ്റ്റേജ് ആൻഡ് റെഡ്യൂസസ് കോസ്റ്റ് ആണ്. പരമാവധി വേസ്റ്റേജസ് കുറയ്ക്കും, അതുകൊണ്ട് തന്നെ ചിലവ് കുറയുന്നതാണ്. എല്ലാവരും സീറോ ബേസ്ഡ് എടുത്തുകൊണ്ട് നമ്മൾ വളരെ പ്ലാനോട് കൂടിയിട്ടാണ് അത് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഓരോ ആക്ടിവിറ്റീസിലും വേസ്റ്റേജ് കുറയും. അപ്പോൾ നമുക്ക് ചിലവ് ചുരുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എൻഷോർസ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ് ത്രൂ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. നമ്മുടെ ഈ റിസോഴ്സുകൾ, ഇപ്പോൾ പൈസ ആവാം, നമ്മുടെ ലേബർ ആവാം, ഹ്യൂമൻ റിസോഴ്സ് ആവാം, അല്ലെങ്കിൽ മെഷീനറീസ് ആവാം, അതൊക്കെ ഒപ്റ്റിമൽ യൂസസ് നമ്മൾ ഏറ്റവും ആവശ്യകതയിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. കാരണം അത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുന്നതുകൊണ്ട് ഓരോ സംഗതി എങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിനുകൊണ്ടുണ്ടാകുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ എൻകറേജസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മാനേജേഴ്സ്. മാനേജേഴ്സിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ഇംപ്രൂവ്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക. ഇൻക്രീസസ് മോട്ടിവേഷൻ ഓഫ് മാനേജേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക. എൻഹാൻസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. ഇനി വരുന്നത് ലിമിറ്റേഷൻസ് ഓഫ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് ആണ്. സീറോ ബേസ് ബഡ്ജറ്റിങ്ങിന് അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. സീറോ ബേസ് ബഡ്ജറ്റിംഗ് വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ വർഷവും നമ്മൾ സീറോ ബേസ് തന്നെ തുടങ്ങുന്നത്, അതുകൊണ്ട് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്, ടൈം കൺസ്യൂമിങ് ആണ്. പിന്നീട് ഇൻവോൾവ്സ് ഹെവി പേപ്പർ വർക്കാണ്. ഒരുപാട് പേപ്പർ വർക്കിൻ്റെ ആവശ്യമുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ വീണ്ടും ഔട്ട് ഓഫ് സ്ക്രാച്ച് ചെയ്യുന്ന നേരത്തെ, ഔട്ട് ഓഫ് സ്ക്രാച്ച് എന്ന് വെച്ചാൽ സീറോ ബേസിന് ചെയ്യുന്ന നേരത്താണ് ഒരുപാട് പേപ്പർ വർക്കിൻ്റെ ആവശ്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. കോസ്റ്റ്ലി ടു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ ചിലവേറിയതാണ്. റിക്വയർ സ്കിൽഡ് മാനേജേഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മേ ഫേസ് റെസിസ്റ്റൻസ് ഫ്രം സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻറ്റ്. സ്റ്റാഫിൽ നിന്നും മാനേജ്മെൻറ്റിൽ നിന്നും റെസിസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അവർ തർക്കിക്കാൻ ചാൻസ് ഉണ്ട്, അവർ തടസ്സം നിൽക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഫോക്കസസ് ഓൺ ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് ദാൻ ലോങ് ടേം. ഷോർട്ട് ടേം ബെനിഫിറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ലോങ് ടേമിനെ കാട്ടും എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ആൻഡ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങും സീറോ ബേസ് ബഡ്ജറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഫോളോയിങ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ആൻഡ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. ഡിഫറൻസസിലൂടെ പറയുന്നത് ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൽ ബിഗിൻസ് വിത്ത് പ്രീവിയസ് ഇയേഴ്സ് ആക്ച്വൽസ് ആണ്. പ്രീവിയസ് ഇയറിൻ്റെയൊക്കെ ബാലൻസുകളും അല്ലെങ്കിൽ ആക്ച്വൽ ബഡ്ജറ്റിൻ്റെ ബാലൻസുകളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീറോ ബേസ് ബിഗിൻസ് വിത്ത് സീറോ ബേസ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആദ്യ പോയിന്റ്. ഫസ്റ്റ് പ്രീവിയസ് ഇയർ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്, മറ്റേത് സീറോ ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗിൽ പിന്നെ ഫോക്കസസ് ഓൺ മണിയാണ്, ക്യാഷിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്തിനാണ് ഫോക്കസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫോക്കസസ് ഓൺ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. ഗോളുകൾക്കും ഒബ്ജക്റ്റീവുകൾക്കാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് ഫോക്കസ് കൊടുക്കുന്നത്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് അക്കൗണ്ടിങ് ഓറിയൻറ്റഡ് ആണ്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് കൂടുതലായിട്ടും അക്കൗണ്ടിങ് ഓറിയൻറ്റഡ് ആണ്. സീറോ ബേസ് ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഓറിയൻറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇനി ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. റിസോഴ്സ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലല്ല. സീറോ ബേസ് ബഡ്ജറ്റിംഗ് റിസോഴ്സ് ആർ അലോക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് റൂട്ടീൻ അപ്രോച്ചാണ്. സീറോ ബേസ് ബഡ്ജറ്റിംഗ് സ്ട്രേറ്റ് ഫോർവേഡ് അപ്രോച്ചാണ്. ഇനി ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് നോട്ട് പ്രയോറിറ്റി ബേസ്ഡ്. പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത്. സീറോ ബേസ് ബഡ്ജറ്റിംഗ് പ്രയോറിറ്റീൻ്റെ അടിസ്ഥാനത്തിലാണ്, പ്രയോറിറ്റി ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് പ്രിപ്പയർഡ് ആനുവലിയാണ്. ആനുവലി ഇത് പ്രിപ്പയർ ചെയ്യുന്നു. സീറോ ബേസ് ബഡ്ജറ്റിംഗ് പ്രിപ്പയർഡ് വൺസ് ഇൻ 5 years. അതായത് ഒരു 5 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യമാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഡിഫറൻസുകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ അഡ്വാൻസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിലെ എല്ലാ ചാപ്റ്റേഴ്സും തന്നെ നമ്മൾ എടുത്ത് തീർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പരമാവധി തന്നെ നമ്മുടെ ക്ലാസ്സുകൾക്ക് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഒരു കമൻറ്റ്, നിങ്ങൾ നല്ലൊരു പോസിറ്റീവായിട്ട് കമൻറ്റ് നമ്മളെ വീഡിയോസിന് താഴെ തരികയാണെങ്കിൽ ഒരു ഉപകാരമാകും. പിന്നെ നമ്മൾ നോട്ട്സിനെ കുറിച്ചിട്ട് ഈ ഒരു സെമ്മ് മുതൽ നമ്മൾ നോട്ട്സിന് ചെറിയൊരു മൈനർ ഫീസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ നമ്മുടെ കഴിഞ്ഞ വർഷം വരെ നമ്മൾ കൊടുത്ത പോലെ, കഴിഞ്ഞ വർഷം നമ്മൾ ബാച്ചിനാണ് നമ്മളധികം ഫ്രീ നോട്ട്സ് കൊടുക്കാറുള്ളത്. സമ്മറൈസ്ഡ് നോട്ട്സ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് സമ്മറൈസ്ഡ് നോട്ട്സിൻ്റെ റെലവൻസ് വരുന്നില്ല, അധികം പ്രോബ്ലമാണ്. പിന്നെ CR മാത്രമാണ്. CRന് നമ്മൾ ചെറിയ രീതിക്ക് നോട്ടിന് പ്രാവശ്യം നമ്മൾ ചെറിയൊരു ഫീസ്